ഈശോയിൽ ഏറ്റവും പ്രിയ നിറഞ്ഞ മക്കളെ, വലിയ സന്തോഷത്തോടും വലിയ ദാഹത്തോടുകൂടെ ജെറുസലേം പ്രയറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, വിദ്യാർത്ഥിനികളെ, കുഞ്ഞുമക്കളെ, സഹനപ്പൂക്കളെ, പ്രേക്ഷിത ഗണങ്ങളെ, അപ്പസ്തോല ഗണങ്ങളെ, വിവിധങ്ങളായ പ്രാർത്ഥനാ നിയോഗങ്ങളുമായി വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെ കുഞ്ഞു മാലാഖയുടെ കൈകളിലൂടെ നിത്യപിതാവിനെ കാഴ്ചവെക്കുകയാണ്. നാം എത്ര നന്മ ചെയ്താലും, നാം എത്ര അധ്വാനിച്ചാലും കണ്ണീര് മാത്രം കിട്ടാറില്ലേ? ചിലപ്പോഴൊക്കെ നാം എത്ര പ്രാർത്ഥിച്ചാലും അധ്വാനിച്ചാലും അപമാനിക്കപ്പെടുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇതാ കർത്താവിൻ്റെ വചനം നിന്നോട് സംസാരിക്കുന്നു. ഏശയുടെ പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യം. സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും, തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്നും അവിടുന്ന് നീക്കിക്കളയും. ഒരു മീറക്കൽ വചനമാണിത്. സകലരുടെയും കണ്ണുനീർ, സകലരുടെയും അപമാനം അവിടുന്ന് നീക്കിക്കളയും. സകല മനുഷ്യരുടെ കണ്ണുനീരും അപമാനങ്ങളും നീക്കിക്കളയാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. പരാജയത്തിൻ്റെ കണ്ണുനീരുണ്ടായിട്ടില്ലേ? അവഗണിക്കപ്പെടുമ്പോൾ നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ടില്ലേ? തിരസ്കരിച്ചതിൻ്റെ കണ്ണുനീരില്ലേ? ചവിട്ടി താഴ്ത്തിയതിൻ്റെ കണ്ണുനീരില്ലേ? നമ്മിലേക്ക് കടന്നു വന്ന അപമാനം എടുത്തു മാറ്റാൻ കർത്താവിത കാത്തു നിൽക്കുകയാണ്. പരിശ്രമങ്ങൾ പരിശോധിക്കുവാനുള്ള ശാസനകളാണ് പരാജയങ്ങൾ. എന്താണ് പറഞ്ഞേ? പരിശ്രമങ്ങളെ പരിശോധിക്കുവാനുള്ള ശാസനകളാണ് പരാജയങ്ങൾ. ആർക്കെങ്കിലും എനിക്ക് ഭംഗിയില്ല, സൗന്ദര്യമില്ല, വിശുദ്ധിയില്ല, ഓർമ്മശക്തിയില്ല, ബുദ്ധിശക്തിയില്ല, തറവാട്ടു മഹിമയില്ല, സമ്പത്തില്ല എന്നതിൻ്റെ പേരിൽ കരയുന്നവരോട് ഈശോ പറയുകയാണ്, നിന്റെ അപമാനം ഞാൻ എടുത്തു മാറ്റും. ഞാൻ ചെയ്താൽ ഒന്നും ശരിയാവില്ല എന്നല്ലേ നീ ചിന്തിക്കുന്നത്? തെറ്റിപ്പോകുമോ? തോറ്റുപോകുമോ? ചില തഴക്കദോഷങ്ങൾ വിട്ടുപോകുന്നില്ലല്ലോ. ഈ ഭയം, ഇതിലൂടെ വരുന്ന അപമാനം കർത്താവ് എടുത്തു മാറ്റുമെന്ന്. പണമില്ലാത്തതിൻ്റെ പേരിൽ, അന്തസ്സില്ലാത്തതിൻ്റെ പേരിൽ, താഴ്ത്തി കെട്ടിയതിൻ്റെ പേരിൽ, ബലഹീനതകൾ ഒന്നിനു പിറകെ വന്നതിൻ്റെ പേരിൽ, ഒരു ഭവനം സ്വന്തമായി ഇല്ലാത്തതിൻ്റെ പേരിൽ, രോഗങ്ങൾ കൂടെ കൂടെ വന്നതിൻ്റെ പേരിൽ കണ്ണീരണിഞ്ഞു നിൽക്കുന്ന മക്കളെ, നിന്റെ അപമാനം കർത്താവ് എടുത്തു മാറ്റും. ഈശോ നമ്മെ നോക്കി പറയുന്നു, കരയേണ്ട, നിന്റെ അപമാനം ഞാൻ എടുത്തു മാറ്റും. കണ്ണീരണിയേണ്ട, നിന്റെ അപമാനം ഞാൻ എടുത്തു മാറ്റും. എല്ലാ വിധത്തിലും അപമാനം നീക്കിക്കളയാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. എല്ലാ രോഗികളെ അവിടുന്ന് തൊടണമേ, രോഗികളെ തൊട്ടു സുഖപ്പെടുത്തണമേ. നാളെ മുതൽ പരീക്ഷ ആരംഭിക്കാൻ പോകുന്ന കുട്ടികളിലേക്ക് ആത്മാവിൻ്റെ വലിയ പ്രവാഹമുണ്ടാകട്ടെ. പരീക്ഷാ ഹാളിൽ പരിശുദ്ധാത്മയുടെ സാന്നിധ്യത്തിൽ മാലാഖയുടെ അകമ്പടിയോടെ എല്ലാവരും നന്നായി പരീക്ഷ എഴുതി ഉന്നതമായ വിജയം നേടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇത് ഷെയർ ചെയ്യാൻ, ഇത് പങ്കുവയ്ക്കാൻ കാത്തു നിൽക്കുന്ന സർവ്വ മക്കളെയും ഉപരി നന്മ കൊണ്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.